സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്നൊരു ഏഞ്ചൽസിൻ്റെ മെസ്സേജാണ് നോക്കണത്. ഒരു 3 കാർഡ് സ്പ്രെഡാണിത്. ഇന്നലെ ഒരു അവയർനെസ് ഉണ്ട്, റിലേഷൻഷിപ്പിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്നെടുക്കാൻ പോണത് ഏഞ്ചൽസിൻ്റെ മെസ്സേജാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചോദിക്കണത് എന്താണ് ഇപ്പോൾ നമ്മൾ അറിയേണ്ടത്, നമുക്ക് എന്ത് കാഴ്ചപ്പാടാണ് നമുക്ക് വേണ്ടത്, ഇപ്പോൾ എന്താണ് ഫ്യൂച്ചറിലേക്ക് നമുക്ക് വരാൻ പോകുന്നത്. അങ്ങനെ 3 ക്വസ്റ്റ്യനാണ് ഞാൻ ചോദിക്കണത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, എന്താണ് നമ്മളിപ്പോൾ അറിയേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഏഞ്ചൽസിൻ്റെ മെസ്സേജ് ഇമ്പ്രൂവിങ് ഹെൽത്ത്. നിങ്ങളുടെ ആരോഗ്യം തന്നെ ഇമ്പ്രൂവ് വരാനോ അതോ നിങ്ങൾ മറ്റുള്ളവരുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടോ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളതാണ്. കൂടുതൽ സ്പീഡ് റിക്കവറി വേണമെങ്കിൽ നിങ്ങൾക്ക് ആർക്കേഞ്ചൽ റാഫേലിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസിനോടോ പ്രാർത്ഥിക്കാവുന്നതാണ്. പിന്നെ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ അൺഹെൽത്തി പ്രാക്ടീസസ്, അതുപോലെ ഹാംഫുള്ളായിട്ടുള്ള ഫുഡ് സബ്സ്റ്റൻസസ്, ഇതൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ വൈബ്രൻറ്റും സ്ട്രോങ് ആവാനും സാധിക്കും എന്നുള്ളതാണ് ഈ ഇംപ്രൂവിങ് ഹെൽത്ത് എന്നുള്ള കാർഡിലെ സന്ദേശം. അടുത്ത കാർഡ് നമ്മുടെ എന്താണ് നമ്മൾക്കിപ്പോൾ എന്ത് കാഴ്ചപ്പാടാണ് വേണ്ടതെന്ന് വെച്ചപ്പോൾ ഗെറ്റ് മോർ ഇൻഫർമേഷൻ. നിങ്ങൾ ഏതോ ഒരു കാര്യത്തിനെ കുറിച്ച് കൂടുതൽ ഇൻഫോർമേഷൻ തേടാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആൾക്കാരായിട്ട് ചോദിച്ച് ഡിസ്കസ് ചെയ്യാം. ഒരുപക്ഷെ ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആവാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യുക, സെമിനാർസ് അല്ലെങ്കിൽ ബുക്സൊക്കെ റെഫർ ചെയ്തിട്ട് അതിനെ കൂടുതൽ ഇൻഫർമേഷൻ നേടുക എന്നുള്ളതാണ് ഈ രണ്ടാമത്തെ കാർഡിൻ്റെ സന്ദേശം. ഇനി എന്താണ് നമുക്ക് അടുത്ത ഭാവിയിൽ വരാൻ പോകുന്നത്? ഇപ്പോൾ റൊമാൻസ് എന്നുള്ള കാർഡാണ്. അതായത് നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള വളരെ വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ റൊമാൻസ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇപ്പോൾ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ എല്ലാ റിലേഷൻസിലും അപ്സ് ആൻഡ് ഡൗൺസും പിക്സ് ആൻഡ് വാല്യൂസൊക്കെ ഉണ്ടായിരിക്കും. അത് മനസ്സിലാക്കിയിട്ട് വിശ്വാസത്തോടെ സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകാമെന്നാണ് ഈ കാർഡ് പറയണത്. പക്ഷേ ഇത് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്ന, ഡെഡിക്കേഷനായിട്ടും കൂടുതൽ ഇൻറ്റിമസിയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഇപ്പോൾ കാണുന്നത്. പാസ്റ്റിലെ ഡിസഗ്രിമെൻറ്റ്സൊക്കെ പോയിട്ട് വീണ്ടും ഒരു പുതിയതായിട്ടുള്ള ഒരു വിശ്വാസവും സ്നേഹവും ഒരു ഇൻറ്റിമസിയൊക്കെ വരുന്നു എന്നുള്ളതാണ് ഈ റൊമാൻസ് എന്നുള്ള കാർഡ് പറയണത്. ഇത് ചിലപ്പോൾ ഒരു എൻഗേജ്മെൻറ്റ്, വിവാഹം അല്ലെങ്കിൽ ഒരു റീയൂണിയൻ ഒക്കെ പറയുന്ന ഒരു കാർഡാണ് റൊമാൻസ് ഉള്ള കാർഡ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്താൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.